ഇപ്പോൾ നമ്മൾ ദേവദാനപ്പെട്ടിയിൽ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ച് ചിന്തിച്ചാൽ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് കുർബാനയുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മണിക്ക് പ്രാർത്ഥനയും അത് കഴിഞ്ഞ് കുർബാനയും നടക്കുന്നുണ്ട്. സാധിക്കുന്ന രീതികളിൽ വരുന്ന പിള്ളേർക്ക് നമ്മൾ നിർബന്ധിക്കാതെ ആഗ്രഹത്തോടെ വരുന്ന പിള്ളേർക്ക് ബേസിക്കായിട്ടുള്ള കാറ്റഗിസം നമ്മൾ എടുക്കുവാനായിട്ട് എടുക്കുന്നുണ്ട് പറ്റുന്ന രീതികളിൽ. കമ്പൽഷൻ എന്നുള്ള സ്പേസ് അവിടെ ഇല്ല. പിന്നെ അതിന് പുറമെ നമ്മൾ ചെയ്യുന്നത് എല്ലാ ദിവസവും ഇവർക്ക് നമ്മൾ ഈവനിങ് ട്യൂഷൻ കൊടുക്കും. ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നു. വൈകുന്നേരം ട്യൂഷന് വന്നിട്ട് പോകുമ്പോൾ ഇവർ തന്നെ ഇരിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് എടുത്ത് ഇവർ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് അവരുടെ സ്വന്തം ഹോം എന്നുള്ള സെൻസിൽ അങ്ങനെ അവർ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടെ അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. അപ്പം ഇന്ന് ഞാൻ കാണുന്ന വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ എല്ലാ മാതാപിതാക്കളും പറയുന്ന ഒരു സംഭവം, അത് പള്ളി ഞങ്ങളുടെ പിള്ളേർക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാണ്. താത്താങ്കടാ കാട്ടില്ലേ വാ വാ വാ, നീ എങ്കെങ്ങ് നിൽക്കാതെ. என்ன மேடம் சாப்பிட்டாச்சா? சாப்பாடு எங்களுக்கு உண்டா? அப்படியா? என்ன சமைச்சிருக்கிறீங்க? வெந்தய குழம்பு. வெந்தயம் ஆரோக்கியமானது தானே இல்லையா அர்ச்சனை? இது யாரு ஃப்ரெண்டா? இன்னைக்கு ஏன் வேலைக்கு போகல? என்ன എത്ര നാളാச்சு? ഒരു വാരാഴ്ച. ഒരാഴ്ചയായിട്ട് മുതുകുവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് പണിക്ക് പോയില്ല. മില്ലിലാണ് പോകുന്നത്. മില്ല തന്നെ തുണി തയ്ക്കുന്ന മില്ലിലാണ് പോകുന്നത്. ഇപ്പം മുതുകുവേദന ആയതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ഇപ്പം പണിക്ക് പോകുന്നില്ല. വീട്ടിലാൾ വേണ്ട, നമ്മൾ ഏഞ്ചലപ്പൊക്കെ തന്നെ വന്നോ. ആദ്യ കുർബാന സ്വീകരിച്ച് നമ്മുടെ പള്ളിയുടെ ആദ്യത്തെ വിശ്വാസി. ബാപ്റ്റിസമൊക്കെ ഭയങ്കര ഒരു അടിയും ബഹളവും. മീൻസ് അവളുടെ സൈഡിൽ നിന്ന് എനിക്ക് വേണം. Before few years ago, I was in Chennai working in harbor. Now I am the blind. I couldn't see. Now I am living in this area, Devadhanapatti, near my village. There is a church. Father Francis is doing the service for the people. I can't speak in English in so much, but I know very, very little. But I would like to say something about this church and Father Francis. Father Francis came before 3 years back, I think. From that time to this time, he is servicing for the people, the children of the Devadhanapatti South Street, children's education and food for the poor people. So it is very grand, but I feel very much for the poor people. He is feeding the food. So the children are coming and studying, and they are learning and singing. They know about the Bible and know Jesus. So I am very proud of it to see that all the people are singing well and praying well the prayers. So it's all by the Father Francis, and I love the children. They are coming to my home. They are called me as a couple tata. Father Francis teach them to call as a couple tata. And so I am proud of it. Once upon a time, there was the untouchability in this area because of these people belongs to scheduled caste. Now they are very freedom and they are coming to the church, and socially they are talking, playing, speaking, praying, everything. So it's the change of one thing by the father of
branches. So I would say it's all by God Jesus and Father Francis. I'm also interesting to help Father Francis. So I request you to all to do the work and to do the help for Father Francis. സ്നേഹമുള്ളവരെ, ഫാദർ 2 വാർത്ത മലയാളത്തിൽ பேசுவேன். சரியா? ஃபாதர் 2 வார்த்தை மலையாளத்தில் பேசுவேன். அதுக்கப்புறம் நமக்கு ஆடலாம் பாடலாம் எல்லாம் செய்யலாம். சரி சரி சரியா? பாப்பா சொன்ன மாதிரி எல்லாரும் அமைதியாக உட்கார். சரி உட்காரலாம் பேசிட்டு உட்காரலாம். ஓகேயா? சரி சரி. അപ്പോൾ ഇത് നമ്മുടെ മറുകാൽപ്പട്ടി എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഇവർക്ക് ട്യൂഷനുള്ള ദിവസമാണ്. ഞായറാഴ്ചകൾ നമ്മൾ വരും. അവർ തന്നെ പിള്ളേരുടെ ആഗ്രഹം കൊണ്ട് നമ്മളിവിടെ കടന്നു വന്നു. ഇവിടെ വന്ന് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇവരുടെ അടുത്ത് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഞായറാഴ്ചകളിൽ. ഇപ്പോൾ ഇവിടെ ഈ ഭവനത്തിലാണ് നമ്മൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടുന്നത്. ഇനി നാളുകൾ പോകുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലം മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ പള്ളിയൊക്കെ പണിയാം. ഇപ്പോൾ എല്ലാ ദിവസവും ഇവർക്ക് ഇവിടെ ട്യൂഷൻ നടക്കും. ട്യൂഷൻ ടീച്ചർ ഇവിടെ പുറത്തുണ്ട്. ടീച്ചർ വാങ്ങേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂഷൻ ടീച്ചർ. ടീച്ചർ എല്ലാ ദിവസവും ഇവിടെ ക്ലാസ്സൊക്കെ എടുക്കും. വളരെ സന്തോഷത്തോടെ നമ്മളെ അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ വില്ലേജ് മുഴുവൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രസൻസ്, നമ്മുടെ വരവെല്ലാം വളരെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ ട്യൂഷൻ നടക്കും. പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള അവരുടെ കലകളെ വളർത്താനുള്ള പരിശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അവർക്ക് പാട്ട് പാടാനറിയാവുന്നവരെ പാട്ട് പാടാൻ വയ്ക്കുന്നു. ഡാൻസ്, ഡ്രോയിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിൽ പ്യുവറായിട്ട് നമ്മുടേതായ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും നമ്മളിവിടെ നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രാമം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സാറാണ്, അറിവഴകൻ സാർ. അപ്പോൾ അറിവഴകൻ സാറാണ് നമ്മുടെ ഈ ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയത്. തമ്പി, ഇപ്പോൾ സാറ് ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സാറാണ്. അപ്പോൾ ഒത്തിരി ഗ്രാമങ്ങളിലേക്ക് സാറാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതും സാറിലൂടെയാണ് നമ്മൾ ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. ஐயோ ஐயோ இது தெரியாதா, அந்த ஆண்டவர் கேட்டா கோபிச்சுவாரு, உண்ண உணவும் கொடுக்கிறார். உங்களை படைத்த ஆண்டவர் உங்களை கேட்க மாட்டாரா, இந்த உலகத்தையே படைச்சிரு. கைதட்டி பாடுவோமா? சின்னம் சிட்டு குருவியே, ஆனான் சிட்டு குருவியே, அழகாக படைச்சது யாரு?
പാട്ട് ആനന്ദമായി പാടുകയെ അഴകാകെ പടച്ചത് യാര്. ആക്ച്വലി നമ്മളിവിടെ മിഷൻ 2019 നമ്മൾ ഇങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കൊറോണ സമയത്ത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള മിഷൻ വർക്ക് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊറോണ സമയത്ത് സെക്കൻഡ് വേവ് വന്ന സമയത്ത് നമുക്ക് ഒരു നല്ലൊരു ശതമാനം പിള്ളേർ, ഒരു 100-150 പിള്ളേർ നമ്മുടെ പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. പല കാരണങ്ങൾ കൊണ്ട്. ലീവാണ്, സ്കൂൾ ലീവാണ്, പിന്നെ അവരുടേതായ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും ബാക്കി കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ വീടുകളൊക്കെ കണ്ടു. ഇപ്പോൾ വീടുകളിൽ കളിക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കളിക്കാനൊരു സ്പേസ് പള്ളി. അപ്പോൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കളിക്കാം, പിന്നെ അച്ഛനൊരു വിഷയമില്ല. അങ്ങനെയൊക്കെ ഉള്ള പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം ആ കൊറോണ സമയത്തൊക്കെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, സാധിക്കുകയാണെങ്കിൽ രാത്രി വരെ പിള്ളേരോടെ ഫുൾ ടൈം പള്ളിയിൽ കാണും. രാവിലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കൊച്ചു ചെറുക്കൻ, അന്ന് അവൻ LKG അങ്ങോട്ടാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവൻ വെളുപ്പിന് 3 മണി 3:30 മണിക്കൊക്കെ വന്ന് എന്നെ തട്ടി എണീപ്പിക്കും, ഈ പള്ളി പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം 3:30-4 മണിക്കൊക്കെ വന്ന് എന്നെ തട്ടി എണീപ്പിച്ച് ഫാദർ എളുമ്പ് ഫാദർ എന്ന് പറയും. എടാ എന്നാടാ ഇവിടെ? അല്ല, അത് അമ്മ ചൊല്ലിവിട്ടാങ്ക, അമ്മ പറഞ്ഞു വിട്ടതാ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എപ്പോഴും പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു 150 പിള്ളേരോളം പള്ളിയുമായിട്ട് ചേർന്ന് നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം പിതാവ് തന്നെ നമ്മുടെ മദറിനോട് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ 3 സിസ്റ്റേഴ്സ് വരാം എന്നങ്ങനെ ഇരുന്നു. ഇപ്പോൾ വരാനൊക്കെ തീരുമാനിച്ചിരുന്നു. പിന്നെ എന്നാലും കൊറോണയുടെ ഭയം വേറൊരു സൈഡിൽ കിടക്കുകയല്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പം അത് ശരിയാകത്തില്ല. കൊറോണയൊക്കെ ഒന്ന് മാറട്ടെ, സെക്കൻഡ് വേവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് വേവ് മാറി മൂന്നാമത്തെ ഒരു വേവ് വരുന്നതിന് മുമ്പൊക്കെ വരാം എന്നുള്ള തീരുമാനത്തിൽ പിന്നെ അങ്ങനെ അവസാനം 2022 ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെ ഈ വീട് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് സിസ്റ്റേഴ്സ് വന്ന് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും ഹൗസ് വിസിറ്റിങ്ങാണ്. ഏരിയയിൽ അവിടെ എല്ലാം കയറിയിൽ പോയി. ഇതുവരെ ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും മോസ്റ്റ് വെൽക്കം. ഞങ്ങളിപ്പോൾ അങ്ങനെ ഏരിയയ്ക്കുള്ളിൽ കൂടെ പോകുമ്പം തന്നെ അവിടെ എന്തെങ്കിലും നിറയെ വീടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ചിലപ്പോൾ എന്തെങ്കിലും വഴക്കോ ചണ്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ പറയും, ഈ സൈഡിൽ കൂടെ ഞങ്ങൾ പോകരുത്, വേറെ സൈഡിൽ കൂടെ. അങ്ങനെ അത്രയും കെയറായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരു കടിക്കുന്ന പട്ടി ഉണ്ടായിരുന്നാൽ പോലും അവർ ഞങ്ങളടുത്ത് പറയും, ആ സൈഡിൽ കൂടെ സ്നേഹിച്ചിനെ വിടരുത്, മാറ്റി വേറെ റൂട്ടിൽ കൂടെ തിരിക്കും. കാരണം സ്ട്രീറ്റല്ലേ, നിറയെ ഇടമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും കെയറായിട്ടാണ് ഞങ്ങളെല്ലാം നോക്കുന്നത്. എല്ലാ ദിവസവും പോകും ഹൗസ് വിസിറ്റിങ്ങിന്. ഉച്ച കഴിഞ്ഞ് ഇറങ്ങും ഞങ്ങൾ. കാരണം ഇപ്പോൾ വെയിലൊക്കെ ഇതായതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പോകും എല്ലാ കാഴ്ചയും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്ര അത്യാവശ്യമുള്ള ഇടത്തൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെറിയ ഉപകാരം സഹായം ചെയ്യും. ആശുപത്രിയിൽ വല്ലവരെയും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി സഹായിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടക്കുവാണെങ്കിൽ നമ്മൾ പള്ളിയിൽ വരുന്നതൊന്നും അല്ലല്ലോ ഇപ്പം നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഞങ്ങൾ ഈ ഏരിയയിൽ അവരോടുകൂടെ ആയിരിക്കുക. അപ്പോൾ അവർ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുവാണെങ്കിൽ ഞങ്ങൾ പോയി നോക്കും, അവരെ സന്ദർശിക്കും. അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേറെ ഒത്തിരി പേഷ്യൻസിന്, ഇപ്പോൾ ഇവരെ നമുക്കറിയാമെന്നുള്ളവരെ നോക്കി ഞങ്ങൾ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് വേറെ ഒത്തിരി പേഷ്യൻസിന് അവിടെ മതമോ ഇതോ ഒന്നുമില്ല. അവരെല്ലാവരും ഞങ്ങളെ കാണാൻ പ്രാർത്ഥിക്കാൻ വിളിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി, അതൊരു സന്തോഷമാണ്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങളിപ്പം. ഓക്കെ പോമാ. കൊറോണ കാലത്ത് ഞങ്ങൾ കിറ്റുകളെല്ലാം കൊടുത്തു. കിറ്റുകൾ കൊടുക്കുമ്പോൾ നമുക്ക് അന്ന് പരിചയമുള്ളത് വെറും 60 പിള്ളേർ മാത്രമാണ്. അപ്പം ഈ 60 പിള്ളേരെന്നുള്ളതല്ല, 60 പിള്ളേരേക്ക് ഉപരി ഒരു 122 ഫാമിലീസിന് ആദ്യമായിട്ട് 122 ഫാമിലീസിന് നമ്മൾ ആദ്യമായിട്ട് കിറ്റുകൾ വളരെ സന്തോഷത്തോടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. രണ്ടാമത്തെ വേവ് വന്നപ്പം വേറെ ഒരു 150 പേർക്ക് നമ്മൾ കിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു. ദേവദാനപ്പള്ളിയിൽ മാത്രം, മറ്റ് സ്ഥലങ്ങളൊക്കെ കൊടുത്തു, ദേവദാനപ്പള്ളിയിൽ മാത്രം ഇത്ര പേർക്ക് ചെയ്തു. അപ്പോൾ ദേവദാനപ്പള്ളിയിൽ മാത്രം ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപയോളം സാധനങ്ങൾ നമ്മൾ ഈ കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം അവിടുത്തെ ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള ചിന്ത, ഒന്നും അറിയാതിരുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക്
ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒന്നും അറിയാത്ത ഞങ്ങളെ തേടി വന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരച്ഛൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്ന ഒരു സമൂഹം ഞങ്ങൾക്കൊരിക്കലും തിന്മയായിട്ട് മാറത്തില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ നമുക്ക് അച്ഛൻ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നു, അല്ലെങ്കിൽ കിറ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നു. ഇപ്പോൾ നമ്മളുടെ മക്കളെ അച്ഛനിലൂടെ ദൈവം തീറ്റി പോറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഇവർ നമുക്കൊരു ത്രെട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ആ സമൂഹത്തിനൊരു ത്രെട്ടല്ല എന്ന് അവിടുത്തെ ജനങ്ങൾ രണ്ടാമത്തെ ഒരു കാരണമായിട്ട് അവർ അനലൈസ് ചെയ്തു. മൂന്നാമത്തെ ഒരു കാരണമായിട്ട് അവർ കാണുന്നത് ഈ കൊറോണ ലീവ് സമയത്ത് തന്നെ ഇവരിങ്ങനെ വരും ഭക്ഷണം കഴിക്കും. അപ്പോൾ വെറുതെ ഭക്ഷണം കളിച്ചങ്ങ് പോകണ്ട, ഇവർക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷനായിട്ട് എന്തെങ്കിലും കൊടുക്കാം. ജീസസ് യൂത്തിൽ ഒരു പയ്യൻ ജോയ്സൺ എന്ന് പറയുന്ന ഒരു പയ്യനെ നമുക്ക് കിട്ടി. കൊറോണ സമയമായതുകൊണ്ട് അവർക്ക് നോർത്തിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജോയ്സൺ വരികയും ജോയ്സണിലൂടെ നമ്മൾ പിള്ളേർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ നടത്തി. അപ്പോൾ അങ്ങനെ പകൽ ഫുള്ള് ഇവർ കളിക്കും, ഇവർക്ക് എഡ്യൂക്കേഷനിലൂടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനല്ല, സ്കൂൾ എഡ്യൂക്കേഷനല്ല, അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ബേസിക് മാത്സും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കും. വൈകുന്നേരം ഇവർക്ക് പക്ക സ്കൂൾ സിലബസ് ഫോളോ ചെയ്ത് ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം മൂന്നാമത്തെ ഒരു തോട്ടായിട്ട് അവരുടെ ഉള്ളിൽ വന്നത്, അച്ഛൻ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഇപ്പോൾ ഇതാ പിള്ളേർക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ അച്ഛൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അച്ഛനിലൂടെ സഭ കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവം അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരുന്നു എന്നിങ്ങനെ അവർക്ക് മനസ്സിലാകുകയും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമ്മളെ വളരെ സന്തോഷത്തോടുകൂടെ അവർ സ്വീകരിക്കുകയും തീർച്ചയായിട്ടും മലങ്കര സഭ ഇന്നും ഒത്തിരി നന്മ പ്രവർത്തികൾ ഇവിടെ ചെയ്യണമെന്ന് അവരാഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ മെയിൻ ഒരു ഡിമാൻഡായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ബാത്റൂം ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബാത്റൂം ഫെസിലിറ്റീസ് അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമെന്ന് അവർ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർക്ക് ആ ഗ്രാമത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം അറൗണ്ട് 5000 ഫാമിലീസ് ഈ സൗത്ത് കോളനിയിൽ തന്നെ, തെക്കത്തെരു എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ അറൗണ്ട് ഒരു 5000 ഫാമിലീസ് ഈ തെക്കത്തെരുവിനകത്ത് തന്നെ ഉണ്ട്. ഇവരെല്ലാവരും തന്നെ നമ്മളുടെ കാഴ്ചപ്പാടിൽ താഴ്ന്ന ജാതിക്കാരെന്നൊക്കെ പറയും, അല്ലെങ്കിൽ പൊതുസമൂഹം അവരെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. SC ജനങ്ങളാണ്. അവർക്കുള്ളിൽ തന്നെ പല കാസ്റ്റുകളുണ്ട്. മൊത്തത്തിൽ 5000 ഫാമിലീസിനോളം ഈ സൗത്ത് സ്ട്രീറ്റിൽ മാത്രം 5000 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ 5000 പേർക്ക് പോകാനായിട്ട് പബ്ലിക് ടോയ്ലറ്റായിട്ട് ഗവൺമെൻറ് 4 സ്ഥലങ്ങളിൽ അതിനുള്ള പ്രൊവിഷൻസ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡെയിലി 3 രൂപ പേ ചെയ്ത് ഇവർ ബാത്റൂം യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ ഇവർ പലരും ഓപ്പൺ ടോയ്ലറ്റാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഹെൽത്തിന് വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇവർക്ക് വീടുകളിൽ ബാത്റൂം പണിയാനായിട്ടുള്ള സ്പേസ് ഇല്ല. പിന്നെ ഇവർക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ വെള്ളം ഒരുമിച്ച് ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് 1.5 ആഴ്ചത്തേക്ക് അടുത്ത് വെള്ളം വരുന്നവരെ ഈ വെള്ളം വെച്ചിട്ടാണ് ഇവർ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും ഇവർ പൂർത്തീകരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ ബാത്റൂം പണിയാനായിട്ടുള്ള സ്പേസ് ഇല്ല. ഇനി സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ വെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട് ബാത്റൂം പ്രോപ്പറായിട്ട് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗം ഓപ്പൺ ടോയ്ലറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സ്പെഷ്യൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസിൽ പോയി അവർ ആ ഏരിയാസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇവർ ഇങ്ങനെ ഇവരുടെ വയസ്സായ അമ്മച്ചിമാരൊക്കെ അവരുടെ സേഫ്റ്റി കണക്കിലെടുത്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം കണക്കിലെടുത്തിട്ട് റോഡൊക്കെ അവരിങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവരെ പിന്തിരിച്ച് കൊണ്ടുവരേണ്ട ഒരു ചുമതല കൂടെ തീർച്ചയായിട്ടും സഭയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ഇവരെ ഇടയ്ക്ക് മീറ്റിങ്സൊക്കെ വരുമ്പോൾ ഞാനിതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വന്ന നാളിൽ നിന്ന് ഇതുവരെ നോക്കുമ്പം ഇപ്പോൾ 2019 നമ്മളവിടെ പോയി മിഷൻ വർക്ക് ആരംഭിച്ചു. ഇപ്പോൾ 2023 ഇപ്പോൾ ഈ നാളുകളിലായിട്ട് ഇവരോട് പറഞ്ഞ് നേരത്തെ ഇരുന്ന ഒരു സാഹചര്യം, ബാത്റൂമിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരു 60-65% വരെ മാറി എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ റോഡിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നാലും ആ ഒരു പെർസെൻറ്റേജിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സഭയുടെ തന്നെ വലിയൊരു ദൗത്യമായിട്ടാണ് ഞാൻ കാണുക. അപ്പോൾ ഏത് സമയത്തും ഏത് പയ്യനെയും ഏത് പെങ്കൊച്ചിനെയും ധൈര്യത്തോടുകൂടെ പള്ളിയിലേക്ക് അയക്കാം. ഇനി അച്ഛൻ
എവിടെ ഞങ്ങളുടെ മക്കളെ വിളിച്ചാലും ഞങ്ങളുടെ മക്കളെ അയക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുള്ള ഒരു വലിയൊരു വിശ്വാസം ദൈവത്തിലൂടെ മാതാപിതാക്കളുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അങ്ങനെ അവർ കാണുന്നത് പള്ളി എന്നുള്ളതിനുപരി എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ പള്ളി എന്നുള്ള കോൺസെപ്റ്റിലാണ് അവിടുത്തെ പിള്ളേരും അവിടുത്തെ ജനങ്ങളും ഇന്ന് കാണുക. അത് വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. ആ ഒരു വിശ്വാസം കാത്ത് സൂക്ഷിക്കേണ്ട ദൗത്യം മലങ്കര സഭയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിനുപരി ഭക്ഷണം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാ ക്രിസ്മസിനും ഇവർക്ക് എല്ലാവർക്കും തന്നെ, നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ കൊടുക്കും. അപ്പോൾ അത് ഓരോ വർഷവും ഒരു 75,000 മുകളിൽ ഒരു 1,00,000 രൂപ ആ റേഞ്ചിലൊക്കെ ആ സമയത്ത് നമുക്ക് ഡ്രസ്സിന് തന്നെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ എല്ലാ ക്രിസ്മസും നമ്മൾ കൊടുക്കും. പിന്നെ ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ഒരു സമയം കൂടെ ഒരു നോർമലായിട്ട് ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ പിള്ളേർക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഈസ്റ്റർ വരുന്നതുകൊണ്ട് ഈ വർഷം ക്രിസ്മസിന് ഓൾറെഡി കൊടുത്തു. ഇനി ഈസ്റ്ററിന് മുന്നേ ആയിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം എന്നുള്ള ചിന്തയിൽ ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഡ്രസ്സ് കൊടുക്കുന്നു. അതിനോട് ഉപരി അതിനപ്പുറത്ത് അതിനോട് ചേർന്ന് നമ്മൾ ഇപ്പോൾ ഈ 1-2 വർഷമായിട്ട് നമ്മൾ യൂസ്ഡ് ക്ലോത്ത്സും നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു നേച്ചറുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്ക് ക്ലോത്ത്സൊക്കെ തരാൻ ആഗ്രഹിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കും. അവർ പോസ്റ്റ് വഴി അയച്ചു വിടും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ പിള്ളേർ തന്നെ അത് വാഷ് ചെയ്യുകയും അത് അയൺ ചെയ്യുകയും പിന്നെ അത് ആർക്കാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് അങ്ങനെ യൂസ്ഡ് ക്ലോത്ത്സ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വാട്ടെ അല്ല